ഇരിക്കങ്ങോട്ടെ, നീ അത് കിങ്. Let's go, Jen Sai Poppy. സായിപ്പൂറോ ഒരു പബ്ജി ഗെയിം. ഞാൻ പറയട്ടാ, സായിപ്പ് ഇവിടെ വന്ന് നമ്മൾ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഫോൺ എടുത്തിട്ടില്ല, മനസ്സിലാ. ഞാൻ കുറെ കാലമായിട്ട് കാത്തുനിന്ന് സായിപ്പായിട്ട് ഒരു 1v1 ഇന്ന് കളിക്കാൻ ചോദിച്ചതാണ്, പക്ഷെ ഫോൺ എടുക്കാൻ മറന്നത്. അപ്പൊ ഓ ചാറ്റ് മൊത്തം ഡബ്ല്യൂന്റെ മാല. എടാ സായിപ്പിന് ഇമോജി ഇല്ല, നിനക്ക് ഇമോജി ഇല്ല. നിന്റെ സാധാരണ നിന്റെ ചാറ്റിൽ ഏറ്റവും കൂടുതൽ ഇമോജി എന്താ? അല്ലല്ല, ഒരാൾക്ക് ഓരോ ഇതുണ്ട്. അതായത് ക്യാരക്ടർ ഇമോജി. അതായത് എന്റെ ഇമോജി മറ്റേ ഹാറ്റിന്റെ നീലത്തൊപ്പി, ഇവന്റെ മറ്റേ കിരീടത്തിന്റെ, ഇവന്റെ എലി, ഇവന് ആന, ഇങ്ങനെ ഓരോ സാധനം ഉണ്ട്. ഓക്കെ, സായിപ്പിനൊരു ഇമോജി, സായിപ്പിനൊരു ഇമോജി ഉണ്ടാക്കാം വെറുതെ. നിനക്കൊരു ഐഡന്റിറ്റി ഇമോജി വെറുതെ. ചാറ്റ് തീരുമാനിക്കട്ടെ. ഓക്കെ, സായി പോപ്പി ഫാൻസ് ചാറ്റിലുണ്ടെങ്കിൽ എല്ലാരും സായിപ്പിന് പറ്റിയ ഒരു സാധനം ഇട്, ഒരു ഇമോജി ഇട്. എന്താ തെറിക്ക് ഇമോജി ഉണ്ടോ? ഇല്ലല്ല, അത് വേണ്ട, അത് വേണ്ട. നിങ്ങൾ മിണ്ടാണെന്ന് എടാ ചെക്കൻ തിരക്കുള്ളായിരുന്നു. ഓനക്ക് ഓൻ പോകുന്ന വഴിയാന്ന്. ഓക്കെ, വേറൊരു ഫംഗ്ഷനായിട്ട് പോകുന്ന വഴിയാന്ന്. അപ്പൊ കുറെ സമയം ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ഒരു ഹൈ വർക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചിരുത്തിയത്, ഞാൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയത്. താങ്ക് യു. കുറച്ച് സമയം ഇരിക്കേണ്ടിയിരുന്നു, നിന്റെ ഇഷ്ടം. ടെൻഷനോ? അപ്പൊ എപ്പ 1v1 താങ്ക് യു ഗൈസ്. എല്ലാരും സായി പോപ്പിക്ക് ഒരു താങ്ക് യു പറയാം. ചെക്ക അത്രയും തിരക്കിന്റെ ഇടയിലും പിന്നെ അല്ല അവൻ പോകുന്ന വഴിക്കും അവൻ ഇവിടെ വന്ന് കേറി ഹായ് പറഞ്ഞിട്ട് പോയി, മനസ്സിലായി. അതൊരു ബിഗ് ഡബ്ല്യു. ഓ ഗോട്ടിന്റെ സൈനായിട്ട് ഇടുന്നത് എനിക്ക് ആട്. റൊണാൾഡോ മറ്റേ ഇതായിരിക്കും, റൊണാൾഡോ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, നീ ഗോട്ടാന്ന് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായ. സായിപ്പ് ഇതൊക്കെ ഗോട്ട, അതാ സംഭവം. അതാ മൊത്ത. അപ്പൊ നല്ല വേണം, കാണാം. എലി ഇവനെ സായിപ്പ് വയ്ക്കാം. ഇവന് ഇതിന് മുന്നേ കണ്ടിട്ടാ. അല്ല, ഇവൻ സ്ട്രീമില് വരലില്ല. ഇവ ഇപ്പൊ ക്യാമറയുടെ ബാക്കിലാ. അവിടെ ഉണ്ട്, ഇവിടെ അല്ല അഖിലേത്. എടാ പാവ അസ്പാക്ക്. താങ്ക്സ് റാ. ചേച്ചിനോട് ബൈ പറയട്ടെ. സെൽഫി. അവിടെ നിങ്ങോട്ടെ. എടാ എല്ലാരും ചേച്ചി ബൈ, സീ യു. കാശിക്കുട്ടാ എടാ നിങ്ങളൊന്ന് ഒരു 2 മിനിറ്റ്. എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും ഇവിടെ സിമ്പൽ ഉണ്ട്. എനിക്ക് മാത്രം ഇവിടെ സിമ്പൽ ഇല്ല. എനിക്ക് ആ ഗേതയുടെ സിമ്പിൾ ഇട്ട് തരൂ. ഈ സാധനം ഇട്ട് തരുമോ? അതെ, ഇലയോ? വേണ്ട, ഇല തരല്ലേ. മഴവില്ല നിന്റെ അച്ഛനോട്. എനിക്ക് ഇല തരല്ലേ. ഇല മാത്രമേ വരുന്നുള്ളൂ. എടാ ഗതാടാ, മറ്റേ സാധനം നീല വയലറ്റ് കളർ ബ്രിഞ്ചല് ഇലയാ വരുന്നത്. ഇല എങ്കി ഇല എന്തേലും താ. ഇപ്പം നമ്മളാണ് ഇപ്പൊ തൽക്കാലം ലൈവ് ചെയ്യുന്നത്. വരും, അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ. ഞങ്ങളെ മാവേലിക്കരയില് അതിഗംഭീരമായി തമ്മി തല്ലല്ലേ, അടി കൂടല്ലേ,
അതിഗംഭീരമായ പരിപാടിയായിരുന്നു നടന്നത്. ഇവരെല്ലാവരും വന്നു. ഏകദേശം എനിക്കൊന്ന് കണ്ണൂർ കിങ്ങിനാണ് ആരാധകർ കൂടുതൽ. മാവേലിക്കര നമ്മൾ കണ്ടിടത്തോളം കണ്ണൂർ കിങ്ങിന്റെ ആരാധകർ വളരെ കൂടുതലായിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് മാവേലിക്കര ഉദ്ഘാടനം എന്റെ സിമ്പല് കഞ്ചാവ് ഇത് നമ്മളെ പരിപാടിനെ കുറിച്ച് എനിക്ക് ഈ സൈൻ ഒന്ന് മാറ്റി തരാവോ? ഈ സൈൻ മാറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സൈൻ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം സൈനാണ്. അപ്പൊ പിന്നെ ഒരിക്കലും എന്നാ ഏലെങ്കിൽ അല്ല. സംഭവമുണ്ട്. മാവേലിക്കരെ കുറിച്ച് 2 വാക്ക് പറയും. മാവേലിയെ കുറിച്ച് അല്ല, മാവേലിക്കരനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാല് നമ്മൾ ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ വരുന്നത്. അപ്പൊ സ്റ്റേജിൽ ആരും കാണപ്പെട്ടു. സ്റ്റേജിൽ എന്നെക്കാളും സ്കോർ ചെയ്ത് വിൽക്കുക. അത് അല്ല, അത് പറയാണ്ടിരിക്കാൻ പറയാം. സാധാരണ എന്റെ പരിപാടിക്ക് പോയാൽ ഞാനാണ് സ്റ്റാർ ആയാലും ഇന്ന് സ്റ്റാർ ആയത് വിക്കിയ. കാരണം വിക്കിയുടെ സ്വന്തം നാട് പൊളിച്ചടിക്കാൻ ഫുള്ള് ആൾക്കാർ മൊത്തം എനർജി. ഒരു പാട്ട് അതിന്റെ ഇടക്ക് ചെമ്പാവും പാടത്ത് ചാത്തനും നീലിയും തമ്പ്രാൻ പാടി എടാ സൈന് മാറ്റടാ. ഇതെന്താ പാവ ചെക്കന് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. വിക്കിന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറന്നുപോയി. എന്റെ ഡാഡി വന്നിട്ടുണ്ടായിരുന്നു. അല്ല അതല്ല വലിയ കോമഡി, അതല്ല. അതായത് നമ്മളിവിടെ ഇത് നമ്മളെ റൂമിന്റെ പുറത്ത് നമ്മള് വണ്ടി ഇട്ടുണ്ടായിന്. അപ്പൊ കൊറേ പിള്ളേർ വന്നിട്ട് തൊപ്പിയുടെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു വയസ്സായ ഒരാളാണ് സെക്യൂരിറ്റി. അപ്പൊ സെക്യൂരിറ്റി ചേട്ടനോട് ഏതോ ചെക്കൻ പോയിട്ട് എന്താ ചോദിച്ചേ, തൊപ്പി ആദ്യം വണ്ടി കണ്ട് ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചു തൊപ്പി എവിടെയും ചോദിച്ചു. കുറച്ച് താഴെ തൊപ്പി എവിടെ? തൊപ്പിയുടെ പുള്ളി ആകെ പരാശീതനായി പോയി. എണീച്ചിട്ട് അയ്യോ മക്കളെ, നമുക്ക് ആ യൂണിഫോമിൽ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല തൊപ്പി എന്നുള്ളത്. വല്ലാത്ത അവസ്ഥയായി. സെക്യൂരിറ്റി യൂണിഫോം ഇട്ടിട്ട് ക്യാപ്പ് വെച്ചിട്ടില്ല. അപ്പൊ അയാൾ വെച്ച് തൊപ്പി എവിടെയാ ചോദിച്ചത്. അയാൾ പാവം പേടിച്ചിട്ട് എണീച്ചിട്ട് അയ്യോ തൊപ്പി പ്രൊവൈഡ് ചെയ്തിട്ടില്ല നമുക്ക് യൂണിഫോമില്. ഒട്ട അയാള് രാവിലെ മുതൽ ഇവന്റെ റൂം കയറാനായിട്ട് നോക്കി ഈ കാര്യം പറയാനായിട്ട്. പിന്നെ വൈകുന്നേരത്താണ് ആളെ കിട്ടി അവൈലബിൾ ആയിട്ട്. വൈകുന്നേരം ആളെ കണ്ടത്. അപ്പൊ എനിവേസ് ഗൈസ്, താങ്ക് യു. എന്റെ അച്ഛൻ വന്നായിരുന്നു പരിപാടിക്ക്. നട്ടല് ചവിട്ടി പിടിച്ച് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അവിടെ ക്യൂ നിന്ന് ഭയങ്കര ആളുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടത്തിന്റെ ഇടയിൽ ചങ്ങായി നമ്മളറിയുന്നില്ലല്ലോ. ഞാൻ മറ്റേ സ്റ്റേജിൽ കയറി. എനിക്ക് വേറെ ഒന്നും ഞാൻ നോക്കത്തില്ല. ഡാഡിന്നൊന്നും നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ കൊണ്ട് പുള്ളി എന്തായാലും നടുവും തിരുമ്മി വീട്ടിരിപ്പുണ്ട്, കുഴപ്പമില്ല. എനിവേസ് ഞാൻ പറയുന്നത് വെച്ചാല് മാവേലിക്കര ജനങ്ങളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. നമ്മളെ സ്വീകരിച്ചതിന്.